അപ്പൊ നമുക്ക് ക്വിക്ക് ഒരു റിവ്യൂ കാര്യങ്ങളും പറയാട്ടോ. വണ്ടി ഇതാണ്, നമ്മുടെ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ അതിന്റെ ഒരു യൂസറെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് വണ്ടി, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പുള്ളി കുറച്ച് സജഷനും കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പുള്ളിക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാനിച്ചിട്ട് പുള്ളിനെ ഞാൻ ക്യാമറയിൽ ആഡ് ചെയ്യുന്നില്ല, പുള്ളി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് വണ്ടീൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടി, നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. നമ്മൾ ഇവിടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പം ബ്രോ, എന്താണ് വണ്ടി, ഈ വണ്ടി എടുക്കാനുള്ള കാര്യം? കാരണം ഏതറുണ്ട്, ഓല ഉണ്ട്, വേറെ ഒരുപാട് വണ്ടികളുണ്ട്. എന്തുകൊണ്ട് ഈ വണ്ടിയിലേക്ക് പോയി ഫസ്റ്റ് തന്നെ? ഇത് ഫസ്റ്റ് തന്നെ എന്ന് പറയുമ്പോ ഇതിന്റെ ഒരു വെയിറ്റ് ആണ്. നമ്മളെ ഇപ്പൊ ഏതറിനൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു 30 കിലോ അധികം വരുന്നുണ്ട്. ഇത് വെയിറ്റ് കൂടുതലാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഞങ്ങൾ ടയറൊക്കെ ശ്രദ്ധിച്ചോ? ടയറൊക്കെ വലിയ ടയറാ. ഓക്കെ. നമ്മുടെ ഒരു ഏകദേശം സാധാ ട്രഡീഷണൽ സ്കൂട്ടറിനെ കാട്ടി വലുപ്പമുണ്ട്. അതെ അതെ. ഓക്കെ. പിന്നെ അതേമാതിരി ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഷോക്ക് ഉണ്ട്. പിന്നെ വണ്ടി കുറച്ചും കൂടി സൈസ് ഉണ്ട്. സൈസ് ബൾക്കിയാണ്. എനിക്ക് തോന്നുന്നു ഒരു നല്ല രസമുണ്ടല്ലേ കാണാൻ, ഒരു വെറൈറ്റി ഒരു ലുക്കാണ്. പിന്നെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ വെച്ച് നോക്കുമ്പോ. അതാണ് ഫസ്റ്റ് കാര്യം. ഒന്നും കൂടി 450. അപ്പൊ അതാണ് ഇത്. അതൊന്ന് വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടി വെയിറ്റ് ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി ഇതായിട്ടാണ് തോന്നിയില്ല. ഓക്കെ. ഞാൻ ഏതർ യൂസ് ചെയ്യുന്നുണ്ട്, ഏതർ 450 ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഹൈവേയിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ഒലച്ചിലുണ്ടായിട്ട് ഞാൻ ഇപ്പൊ എന്റെ ഹോണ്ട മാത്രമേ എടുക്കാറുള്ളൂ. ഹൈവേയിലേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ പ്രശ്നമില്ല. ഓടിക്കണതിൽ വലിയ ഇത് എന്താ പറയാ, റേഞ്ച് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത്രയാണ്. അപ്പൊ ഇതിലേക്ക് റേഞ്ച് ഒക്കെ വരുമ്പോ എങ്ങനെയാണ് വരുന്നത്? അതാ പറഞ്ഞത്, ഇതില് എക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് ഉണ്ട്, സ്റ്റാർട്ടിംഗ് മോഡ്. അതിൽ നമുക്ക് 120 വരെ കിട്ടും. 120 വരെ കിട്ടും. ഓ, അതില് സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. രണ്ടാൾക്കാർക്കൊക്കെ പോകാൻ പറ്റും. രണ്ടാള് പോകുമ്പോ ഒരു കേറ്റൊക്കെ വലിയ കുറച്ച് പണിയുണ്ടല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ഏതാ മോഡ് ഉണ്ട്? അതിന്റെ തൊട്ട മിഡിലായിട്ടുള്ള ഒരു മോഡ് ഉണ്ട്, റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള. റൈഡ് ആകുമ്പോ നമുക്ക് കുറച്ചും കൂടി ഒരു ബൈക്ക് നോർമൽ 125 cc ഒക്കെ ഉള്ള ഒരു ആക്സസ് മാതിരിയുള്ള വണ്ടി ഇല്ലേ, അത് കൊണ്ടുപോകുന്ന മാതിരിയുള്ള സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ? അപ്പം അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ നിങ്ങള് ഈ ഫീൽഡാണോ, ഈ വണ്ടി മാക്സിമം ഉപയോഗിക്കുന്ന ഒരു ഫീൽഡ്? റൈഡ് അങ്ങനെ ഒരുപാട് റൈഡ് വരുന്നുണ്ട്. എത്ര പേര് ഡെയിലി എന്തായാലും ഒരു 80 to 90 വരെ ഓടും. 80 to 90 ഓടും. അപ്പൊ ഇത് എത്ര പ്രാവശ്യം ചാർജ് ചെയ്യാറുണ്ട്? ഡെയിലി ചാർജ് ചെയ്യാറുണ്ട്? ചാർജിലിട്ടാല് രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ഓട്ടോമാറ്റിക്കായി കട്ടായി. ഓക്കെ. അപ്പൊ ഇതിന്റെ സർവീസ് സെന്റർ കോഴിക്കോട് എവിടെയാ വരുന്നത്? ഇത് കോഴിക്കോട് എലത്തൂര്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. സർവീസിനൊന്നും എന്തായാലും കോസ്റ്റ് എടുത്തില്ല എന്നുള്ളതല്ലേ? സിമ്പിൾ ഈ ഭാഗത്തുനിന്ന് പിന്നെ അങ്ങോട്ട് തിരൂരാള്. ഓക്കെ. ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലെ? അത് മാത്രമാണ് ഇപ്പൊ അവിടെ വരെ കൊണ്ടുപോകണം. പിന്നെ വെയിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പീരീഡ് അങ്ങനെ വെയിറ്റിംഗ് ഒന്നുമില്ല. സർവീസ് ഒക്കെ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു തരും അല്ലേ? അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? നെഗറ്റീവ് ആയിട്ട് അങ്ങനെ ഒന്നും ഇതുവരെ തോന്നിയില്ല. ഇല്ലല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ 80 റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട് ഡെയിലി? അത് പക്ക 80 റേഞ്ച് അല്ല, 100 വരെ കിട്ടും. 100 വരെ കിട്ടും ഡെയിലി. അപ്പൊ നിങ്ങൾ രാവിലെ എടുക്കുമ്പോൾ 100% എടുത്ത് രാത്രി തിരിച്ചെത്തുമ്പോ എത്രയായിരിക്കും ഏകദേശം വരാം? ഏകദേശം ഞാനൊരു ചില ദിവസമൊക്കെ 90-ന് മുകളിൽ ഓടലുണ്ട്. അപ്പൊ ഏകദേശം അതന്നെ വലിയ കാര്യമല്ല, ഒറ്റ ചാർജിൽ ഓടിക്കാന്ന്. 70 കിലോമീറ്റർ മുകളിൽ എന്തായാലും ഓടും അല്ലേ? ഓക്കെ. അതാണ് ഇപ്പൊ അതിന്റെ ഒരു കാര്യം പറയാനുള്ള കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ഇനി പുതിയതായിട്ട് ഒരാള് ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറയോ, അല്ലെങ്കിൽ ഇത് എങ്ങനത്തെ ആൾക്കാർക്കാണ് പറ്റുക, അങ്ങനെ ഒരു സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകാനൊക്കെ ഇതുള്ള ആൾക്കാർക്ക് ബെറ്റർ ആണ്. സീറ്റും കാര്യങ്ങളായാലും പിന്നെ ബാക്കിൽ ഫുഡ് റെസ്റ്റും കാര്യങ്ങളും ഡിക്കി സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ലതുണ്ട് അല്ലേ? സ്പേസ് ഉണ്ട്. ഓ, അപ്പൊ നമുക്ക് ട്രങ്ക് ഫ്രണ്ടിൽ ട്രങ്ക് ഉണ്ടല്ലോ അല്ലേ? ഫ്രണ്ടിലൊരു ഈ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഉള്ളിലും ഉണ്ട്. അത്യാവശ്യം 2 ഹെൽമെറ്റും അത്യാവശ്യം സാധനങ്ങളും അവിടെ പോകും. ഓക്കെ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പം അങ്ങനത്തെ കുറച്ച് ലാഭം. അപ്പൊ ഫാമിലിക്ക് പറ്റിയ ഒരു അടിപൊളി ഫാമിലിക്ക് പറ്റിയാണ്. പിന്നെ ഇതൊരു മെയിൻ പ്രത്യേകതയാണ് ഈ ബൂട്ട്രസ്റ്റിന്റെ ഫ്രണ്ടിൽ വരുന്നത്. എന്താ വെച്ചാൽ നമുക്ക് മക്കളൊക്കെ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് അവിടെ അവിടേക്ക് ചവിട്ടാം. പിന്നെ അതുമല്ല ഇതില് കുറെ നേരം വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കാല് മാറ്റി വെക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ യൂസും ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വീണാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ. അത് വെച്ച് പിന്നെ ഇവിടെ നമുക്ക് 2 ബോക്സ് വെക്കാം. ഇതില് ബോക്സ് കൊടുക്കാൻ പറ്റിയൊരു അങ്ങനെയുള്ള ബോക്സ് പോലെ സ്റ്റോറിൽ തന്നെ കിട്ടും നമുക്ക്. ഓക്കെ. അങ്ങനത്തെ ഒരു ഇതുണ്ട് അല്ലേ? പിന്നെ ഇതൊക്കെ ഇൻബിൽഡ് ആണ്? നിങ്ങള് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇത്. പിന്നെ ഈ മൊബൈൽ ഹോൾഡർ ഈ വൈസർ ഓക്കെ, ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്താ. ഇതിൽ എത്ര ഇത് ഏകദേശം അന്ന് എടുത്തപ്പോ എത്ര റേറ്റ് വന്ന് നോർമൽ ഉണ്ടോ?
ഈ എക്സ്ട്രാ ഫിറ്റിംഗ് അടക്കം 1.65. 1.65 ഓൺ റോഡ്. ആ. അപ്പൊ ഇത് എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി ഏകദേശം? ഏകദേശം 4 മാസം 4 മാസം. അപ്പൊ ഏകദേശം 4 മാസത്തിൽ എത്ര ഓടിയിട്ടുണ്ട് ഇപ്പൊ? 4 മാസം ഏകദേശം 6500. 6500 ഓടിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം അത് ലാഭമാണ്. ഞാൻ ഇത് 2 കൊല്ലമായിട്ട് അത്ര ഓടിയിട്ടുള്ളൂ. വൈഫിന് എടുത്തായിരുന്നു, പക്ഷെ വൈഫിന് പിന്നെ ഓടിക്കാൻ പറ്റിണ്ടായിരുന്നില്ല. ഓർഡർ മുതലാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പൊ നിങ്ങൾ എന്തായാലും വേറെ കംപ്ലൈന്റ്സ് ആയിട്ട് എന്തെങ്കിലും? കംപ്ലൈന്റ്സ് എനിക്കൊരു ചെറിയൊരു ഇതിനുള്ള ഒരു സൗണ്ട് മാറ്റിട്ടായിരുന്നു, അത് മാറ്റി തന്നു. അപ്പൊ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അതൊക്കെ നല്ലതാണെന്നാണ് പറയാം അല്ലെ? അല്ല, അപ്പൊ ഓല എടുത്തിട്ട് കുറെ ആൾക്കാർ പെട്ടിരിക്കാൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാം. നല്ല സ്പീഡ് ആണെങ്കിൽ അത്യാവശ്യം ഒരു ആക്റ്റീവ്. അതിൽ വേറൊരു മോഡും കൂടി ഉണ്ട്, റൈഡ് കഴിഞ്ഞിട്ട്. പിന്നെ അതാകുമ്പോ ഒന്നുകൂടി സ്പീഡ് കൂടുമായിരിക്കും അല്ലേ? അതാകുമ്പോ മൈലേജ് കുറയും. റഷ് പറഞ്ഞിട്ട് റഷ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് 76 കിട്ടുന്ന. 76. ഓക്കെ 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 ഓക്കെ. 76 ഉള്ള 93 വരും. ഓക്കെ. അങ്ങനെ 77% ചാർജിൽ ആണ് ആ ഒരു പെർസെന്റേജ് വ്യത്യാസം വരുന്നത്. ഇത് ഏകദേശം റെഡി ആയിരിക്കും. ഈ റൈഡില് പെർസെന്റേജും ഏകദേശം സെയിം കിലോമീറ്റർ. അത്ര പെർസെന്റേജ് അത്ര കിലോമീറ്റർ 100%. ഇത് പക്ക പറയുകയാണെങ്കിൽ 99. അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പം നിങ്ങളിപ്പോ യൂസ് ചെയ്തിട്ട് എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി? ഓക്കെ. അതാണ് ഒരു ഓൾ ടുഗദർ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ ഞാൻ പുള്ളിനോട് പറയാം. നമുക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഇത് നമ്മളിപ്പോൾ ചോദിച്ച അല്ലാത്ത കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ എന്തായാലും മാക്സിമം അതിൻ്റെ പെട്ടെന്ന് റിസൾട്ട് തരാം കേട്ടോ. അങ്ങനെയാണ് അപ്പോൾ പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.